കേരളത്തിന്റെ തെരുവുകളിൽ വീണ്ടും വെള്ളവസ്ത്രധാരികളുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. നമ്മൾ മാലാഖമാർ എന്ന് വിളിച്ച് ആദരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ തങ്ങളുടെ നിലനിൽപ്പിനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എത്ര വലിയ ഗതികേടാണെന്ന് ഓരോ മലയാളിയും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UNAയുടെ നേതൃത്വത്തിൽ നടന്ന ആ വമ്പിച്ച പ്രതിഷേധം വെറുമൊരു പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ സങ്കടത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ വലിയൊരു സ്ഫോടനം കൂടിയായിരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന ഒരൊറ്റ നീതിപൂർവമായ ആവശ്യത്തിന്മേലാണ് ഇന്ന് ഈ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സാധാരണക്കാരന് ഇത് വലിയ തുകയായി ആദ്യ കാഴ്ചയിൽ തോന്നിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ ഭീകരമായ വിലക്കയറ്റവും ഒരു നേഴ്സാവാൻ വേണ്ടി ആ കുട്ടികൾ ചെലവാക്കിയ ലക്ഷങ്ങളും അവർ അനുഭവിക്കുന്ന അതികഠിനമായ ജോലിഭാരവും വെച്ച് നോക്കുമ്പോൾ ഈ 40,000 രൂപ എന്നത് അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു മിനിമം തുക മാത്രമാണ്. UNAയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് നഴ്സുമാർ ജോലി ഉപേക്ഷിച്ചും അവധിയെടുത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും ഒത്തുകൂടിയപ്പോൾ കണ്ടത് ഈ മേഖലയിലെ വമ്പൻ ചൂഷണത്തിനെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ സ്വകാര്യ നഴ്സുമാരുടെ ശമ്പളം അവസാനമായി പരിഷ്കരിച്ചത് 2018-ലാണെന്നുള്ളതാണ്. ഇപ്പോൾ വർഷം 2026 ആയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 8 വർഷമായി ഈ മേഖലയിൽ ശമ്പള വർധനമോ ശമ്പള പരിഷ്കരണമോ നടപ്പിലാക്കിയിട്ട്. അതേസമയം ഈ കാലയളവിനുള്ളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വിലയുമായി. വീട്ടുവാടക ഇരട്ടിയായി, ബസ് ചാർജ് കൂട്ടി, ഗ്യാസിനും പച്ചക്കറിക്കും വരെ വില ആകാശത്തോളമായി. പക്ഷേ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന നഴ്സിന്റെ ശമ്പളം മാത്രം 2018-ലെ ആ പഴയ കണക്കിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. 8 വർഷം മുൻപത്തെ ശമ്പളം കൊണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? സത്യത്തിൽ ഇതൊരു വലിയ അനീതിയല്ലേ? ആശുപത്രി മാനേജ്മെന്റുകൾ ലാഭമുണ്ടാക്കാൻ പുതിയ പുതിയ കെട്ടിടങ്ങളും അത്യാധുനിക മെഷീനുകളും ഒക്കെ പണിതുയർത്തുന്നുണ്ട്. ഓരോ വർഷവും അവർ ചികിത്സാ നിരക്കുകളും കൃത്യമായി തന്നെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ പണിയെടുക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ, നമ്മുടെ നേഴ്സുമാരുടെ കാര്യത്തിൽ മാത്രം അവർക്ക് വലിയ പിശുക്കാണ്. ശമ്പളം കൂട്ടണമെന്ന് ചോദിക്കുമ്പോൾ ആശുപത്രി നഷ്ടത്തിലാണെന്ന സ്ഥിരം നാടകമാണ് മാനേജ്മെന്റുകൾ കളിക്കുന്നത്. കോടികളുടെ വിറ്റുവരവുള്ള വലിയ ഹോസ്പിറ്റലുകൾ പോലും ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ ഈ പല്ലവി തന്നെ പാടുന്നു. ശരിക്കും പറഞ്ഞാൽ നഴ്സുമാരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില നൽകാതെ ഊറ്റിയെടുത്ത് ചൂഷണം ചെയ്താണ് പല സ്വകാര്യ ആശുപത്രികളും കൊഴുത്തു വളരുന്നത്. പഠിച്ചിറങ്ങിയ ഒരു നഴ്സിന് പലയിടത്തും 15,000 രൂപയോ 20,000 രൂപയാണ് ഇന്നും കിട്ടുന്നത്. ഈ തുക കൊണ്ട് ഒരു മാസത്തെ ചിലവ് പോലും നടക്കില്ല എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയാത്തതല്ല, പക്ഷേ അവർ അത് അറിയാത്ത ഭാവം നടിക്കുകയാണ്. ജോലിഭാരത്തിന്റെ കാര്യം നോക്കിയാൽ ശരിക്കും മനസ്സ് തകർന്നു പോകും. 4 പേർ ചേർന്ന് ചെയ്യേണ്ട അതികഠിനമായ പണിയാണ് ഇന്ന് പല ആശുപത്രികളിലും പാവം ഒരു നഴ്സിനെ കൊണ്ട് മാത്രം മാനേജ്മെന്റുകൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു നഴ്സ് എത്ര രോഗികളെ നോക്കണം എന്നതിന് കൃത്യമായ കണക്കുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മിക്ക ആശുപത്രികളിലും ഒരാൾ 10ഓ 20ഓ രോഗികളെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്നു. 8 മണിക്കൂർ ജോലി എന്നത് വെറും പറച്ചിലിൽ മാത്രമാണ്. പലപ്പോഴും 12ഉം 15ഉം മണിക്കൂർ വിശ്രമമില്ലാതെ ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരുന്നുണ്ട് ചിറകില്ലാത്ത നമ്മുടെ മാലാഖമാർക്ക്. ശരിക്കും ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഇരിക്കാനോ പോലും സമയം കിട്ടാറില്ല. തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുന്നത് കാരണം വെരിക്കോസ് വെയിൻ പോലുള്ള മാറാ രോഗങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവരെ വേട്ടയാടുകയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മാസാവസാനം കയ്യിൽ കിട്ടുന്ന ശമ്പളം കാണുമ്പോൾ മനസാക്ഷിയുള്ള ആർക്കും ദുഃഖം തോന്നും. ഇതിനപ്പുറമൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയും വഞ്ചനയും. ഓരോ തവണ സമരം നടക്കുമ്പോഴും സർക്കാർ വെറുതെ ഓരോ കമ്മിറ്റികളെ വെക്കും, ചർച്ചകൾ നടത്തും, എന്നിട്ട് നഴ്സുമാരുടെ കണ്ണിൽ പൊടിയിടാൻ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകും. പക്ഷേ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാറേയില്ല. സർക്കാർ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ തടവറയിലാണോ എന്ന് പോലും ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പും പാവപ്പെട്ട ജീവനക്കാരെക്കാൾ കൂടുതൽ ആശുപത്രി ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച വേതനം നൽകണമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ അത് നൽകാത്ത ആശുപത്രികൾക്കെതിരെ എന്ത് കടുത്ത നടപടിയാണ് ഇവിടുത്തെ സർക്കാരുകൾ ഇതുവരെ എടുത്തിട്ടുള്ളത്? ഒരു നടപടിയുമില്ല. വോട്ട് ചോദിച്ചു വരുമ്പോൾ മാത്രം സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ നഴ്സുമാരുടെ ഈ പ്രശ്നത്തിന് മുന്നിൽ ബോധപൂർവം മൗനം പാലിക്കുകയാണ്. കോവിഡ് കാലത്ത് ഈ നഴ്സുമാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സർക്കാരിന് വലിയ ആവേശമായിരുന്നു. അന്ന് അവരെ ആദരിക്കാനും പൂക്കൾ വിതറാനും ഒക്കെ മുന്നിൽ നിന്നവർ ഇന്ന് അവർ വിശന്ന് തെരുവിൽ നിൽക്കുമ്പോൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. വെറും അഭിനന്ദനങ്ങൾ കൊണ്ട് വയർ നിറയില്ലെന്നും അവരുടെ വീട്ടിലെ ലോണുകൾ അടഞ്ഞു തീരില്ലെന്നും സർക്കാർ മനസ്സിലാക്കണം. മറുവശത്ത് കോടതി വിധികൾ പലതവണ നഴ്സുമാർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ ശമ്പളം സർക്കാർ മേഖലയിലെ നഴ്സുമാരുടേതിന് തുല്യമാക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപേ സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഈ വിധികളൊക്കെ വെറും കടലാസിൽ മാത്രമായി ഒതുങ്ങിപ്പോകുകയാണ്. കോടതി വിധി കയ്യിലെടുത്തിട്ടും അത് നടപ്പിലാക്കി കിട്ടാൻ വീണ്ടും വീണ്ടും സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടാണ്, കളങ്കമാണ്.
സത്യത്തിൽ സർക്കാരും മാനേജ്മെന്റുകളും തമ്മിലുള്ള ആ രഹസ്യ ഒത്തുകളി കാരണമാണ് ഓരോ വട്ടം പ്രഖ്യാപിക്കുന്ന ശമ്പള വർധനവും പാതി വഴിയിൽ നിലച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ അവസ്ഥ ഇത്രയും ദയനീയമായത് കൊണ്ടാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് മിടുക്കരായ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും നഴ്സിന്റെ ജോലിക്കായി മറ്റും പോകുന്നത്. അത്തരത്തിൽ ലക്ഷങ്ങൾ കടം വാങ്ങി അവർ നാടുവിടുന്നത് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇവിടെ നിന്നാൽ ജീവിതം ഒരിക്കലും പച്ച പിടിക്കില്ല എന്ന കൈപ്പേറിയ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ പലായനം തടയണമെങ്കിൽ ഇവിടെ അവർക്ക് അർഹമായ വേതനവും പരിഗണനയും അന്തസ്സും നൽകിയേ മതിയാകൂ. 40,000 രൂപ എന്ന ആവശ്യം ഒരു ആഡംബരമല്ല, മറിച്ച് മാന്യമായി ജീവിക്കാനുള്ള അവരുടെ അവകാശമാണ്. നഴ്സുമാർ സമരം ചെയ്യുമ്പോൾ രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്ന് പഴി പറയുന്നവർ അവരെ ഈ ഗതികേടിലേക്ക് എത്തിച്ച സർക്കാരിൻ്റെയും മാനേജ്മെന്റുകളുടെയും കടുംപിടുത്തത്തെക്കുറിച്ചാണ് പ്രധാനമായും ആലോചിക്കേണ്ടത്. ഗതികെട്ടാണ് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ പോരാടേണ്ടി വരുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് പൂർണ്ണ മനസ്സോടെ രോഗികളെ പരിചരിക്കാൻ കഴിയുക? സർക്കാർ കേവലം ചർച്ചകൾ നടത്തി സമയം കളയുന്നതിന് പകരം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മിനിമം വേതനം നൽകാത്ത ആശുപത്രികളിലെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഈ ചൂഷണം അവസാനിക്കൂ. ഓരോ തവണയും കോടതി കയറാനും സമരം ചെയ്യാനും അവർക്ക് കഴിയില്ല. UN-യും മറ്റ് സംഘടനകളും നഴ്സുമാരുടെ ഈ ആവശ്യം നേടിയെടുക്കുന്നത് വരെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തെ വഞ്ചനയ്ക്ക് മറുപടിയായി 40,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം ഉടൻ നടപ്പിലാക്കണം. സർക്കാരിന് ഇതിലിനിയും ഉരുണ്ട് കളിക്കാൻ കഴിയില്ല. നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ നഴ്സുമാർ ഒറ്റയ്ക്കല്ല. സത്യം തിരിച്ചറിയുന്ന കേരള ജനത അവരോടൊപ്പമുണ്ട്. സർക്കാരും മാനേജ്മെന്റുകളും ആ തിരിച്ചറിവിലേക്ക് എത്താൻ ഇനി വൈകരുത്. അടിമത്തം അവസാനിക്കട്ടെ, അധ്വാനത്തിന് നീതി ലഭിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.